ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഈ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഈ ചർച്ചയ്ക്ക് തന്നെ ഈ പിന്നിട്ട പല വട്ടങ്ങളിലായി നടന്ന ചർച്ചയ്ക്ക് മുഖ്യമായിട്ടുള്ള കാർമ്മികത്വം വഹിച്ചത് അല്ലെങ്കിൽ അതിന് മധ്യസ്ഥമായിട്ട് നിന്നത് ഒമാൻ എന്ന രാജ്യമാണ്. കാരണം ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഗൾഫ് മേഖലയിലെ ഒരു രാജ്യം കൂടിയാണ് ഒമാൻ. ഒമാൻ നടത്തിയിരിക്കുന്ന അനുരഞ്ജന നയതന്ത്ര നീക്കങ്ങളാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വലിയ തോതിലുള്ള അകൽച്ച കുറച്ചു കൊണ്ടുവരാൻ സഹായകമായത്. അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ട് ഖത്തർ അമീറുമായിട്ടും അതോടൊപ്പം തന്നെ സൗദിയിലെ കിരീടാവകാശിയുമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെയും ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഒരു വികാരം എന്ന നിലയ്ക്ക് ഈ രാജ്യങ്ങൾ പ്രകടിപ്പിച്ചത് എത്രയും പെട്ടെന്ന് ഈ സംഘർഷം അവസാനിപ്പിക്കണം, അത് ഏത് നിമിഷം വേണമെങ്കിലും കൂടുതൽ വ്യാപ്തിയിലേക്ക് അത് പോകും, അതിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് ഈ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളും ഇവിടുത്തെ ജനതയുമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാട് കൈക്കൊള്ളാതെ ഈ പ്രതിസന്ധി തീർക്കാനുള്ള നയതന്ത്ര പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കണമെന്നാണ് ട്രംപിനോട് ഖത്തർ അമീറും അതോടൊപ്പം തന്നെ സൗദി കിരീടാവകാശിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. എത്ര കണ്ട് ഇനി അമേരിക്ക അതിന് തയ്യാറാകും എന്ന കാര്യം വ്യക്തമല്ല. കാരണം ട്രില്യൺ ഡോളറിന്റെ വലിയ കരാറുകളാണ് കഴിഞ്ഞ മാസം ഗൾഫ് മേഖലയിൽ വന്ന ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായിട്ട് ഈ രാജ്യങ്ങൾ UAEയും അതോടൊപ്പം തന്നെ ഖത്തറും സൗദി അറേബ്യയും ഒക്കെ ഒപ്പുവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾ, നിക്ഷേപ താല്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ ഏറ്റവും അവസാനം വരെ പിന്തുണയ്ക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് എങ്കിൽ പോലും ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കാൻ ട്രംപിന് അധികമൊന്നും സാധിക്കുകയില്ല എന്നൊരു വിലയിരുത്തലാണ് ഗൾഫ് രാജ്യങ്ങൾ. അതുകൊണ്ട് പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന ഒരു ആഗ്രഹം ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. 6 ഗൾഫ് രാജ്യങ്ങളും അതിൽ ഒരേ വികാരം തന്നെയാണ് കാത്തുസൂക്ഷിക്കുന്നത്. അതേസമയം തന്നെ കൂടിയാണ് ഇവ. പ്രത്യേകിച്ച് ഖത്തറിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള അമേരിക്കൻ വ്യോമതാവളമുള്ളത്. അതോടൊപ്പം തന്നെ 5ാം കപ്പൽ പട നിലയുറപ്പിച്ചിരിക്കുന്നത് ബഹ്റൈനിലാണ്. മേഖലയിലെ പല രാജ്യങ്ങളുമായിട്ടും വലിയ സൈനിക സഹകരണം നിലനിൽക്കുന്ന ഒരു അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരെ ഒരു പരിധിക്കപ്പുറം പോകാൻ സാധിക്കുകയില്ല എന്നൊരു വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. പക്ഷേ അമേരിക്കയുടെ വിദേശകാര്യ നയം എന്നത്, അതിന്റെ അടിത്തറ എന്നത് ഇസ്രായേലിന്റെ സുരക്ഷ, ഇസ്രായേലിന് പൂർണ്ണമായിട്ടുള്ള